നമ്മളുടെ മാർത്തമ്മ ചർച്ച് ആനിമേഷൻ സെൻറ്റർ 20 വർഷം പൂർത്തിയാകുന്നതായുള്ള അവസരത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒന്ന് ഒത്തുചേരുവാൻ ദൈവം സംഗതിയാക്കിയതിൽ നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തതായിട്ടുള്ള നമ്മുടെ റൻസി തോമസ് ജോർജിനെയും കൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യുന്നു. ആനിമേഷൻ സെൻറ്ററിൻ്റെ ആരംഭത്തെക്കുറിച്ചും തുടർന്നുള്ളതായുള്ള വളർച്ചയെക്കുറിച്ചുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതൊന്നും തന്നെ ആവർത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. എന്നാൽ നാം ഇന്നായിരിക്കുന്ന നിലയിൽ നിന്ന് എന്തായിത്തീരണം എന്നത് ദൈവസന്നിധിയിൽ മനസ്സിലാക്കി അങ്ങനെ ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മെ ആനിമേറ്റ് ചെയ്യുന്നതായുള്ളൊരു സെൻറ്ററാണ് നമ്മളുടെ ആനിമേഷൻ സെൻറ്റർ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാകുന്നു. നമ്മളുടെ കൂടിവരവ് എല്ലായ്പ്പോഴും ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിരിക്കണം എന്നത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. കമ്മ്യൂണിറ്റേറിയൻ ആകുക എന്നതാണ് ലോകത്തിൽ നിന്ന് നാം പഠിക്കുന്നത്. എല്ലാ സമൂഹങ്ങളും അതത് സമൂഹങ്ങളെ വളരെ ഉയർത്തി കാട്ടുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു വർഗീയവാദത്തിന് ഇടയായിത്തീരുന്ന ഒരു സന്ദർഭമായിട്ടത് മാറും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എന്നുള്ളതായിട്ടുള്ള നിലയിൽ സമൂഹത്തിൻ്റേതായിട്ടുള്ള വളർച്ചയിൽ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റേതായിട്ടുള്ള വളർച്ചയിൽ നമുക്കുള്ളതായുള്ള പങ്കാളിത്തം എന്തെന്ന് മനസ്സിലാക്കുക എന്നത്ര ഏറെ ആവശ്യമായിരിക്കുന്നത്. അന്യോന്യം ഉൾക്കൊള്ളുവാൻ്റെ കൊണ്ടുള്ള ബന്ധങ്ങൾ, സ്നേഹത്തിൻ്റേതായിട്ടുള്ള വില, അന്യോന്യം കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത, പാർട്ടിസിപ്പേഷൻ കൂടാതെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. നമുക്കുള്ളതിനെ പങ്കിട്ട് കൊടുക്കുവാൻ്റെ കോണം താല്പര്യമുള്ളവരായിട്ട് തീരുക, മറ്റുള്ളവരുടെയൊക്കെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവരെ സെർവ് ചെയ്യുന്നതിനായിട്ടിടയായിട്ട് തീരുക. ഇതൊക്കെ ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ നാം അർത്ഥമാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മിലും നമ്മളുടെ ഭവനങ്ങളിലും നമ്മളുടെ ഇടവുകളിലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സഭയിലും അത് മുഖാന്തരമായി സമൂഹത്തിനുമെല്ലാം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കൂട്ടമായിട്ടാണ് ഇന്ന് ഇവിടെ ചേർന്ന് വരുവാൻ്റെ കോണം ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നത്. ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ പറയുക മാത്രമല്ല, വിശ്വാസ ജീവിതം നയിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ ലോകത്തെ ദൈവരാജ്യമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത് എന്നത് മനസ്സിലാക്കുക എന്നതും പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയെയും കൂടിവരവുകളെയും എങ്ങനെയാണ് എംപവർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, എൻട്രി ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നത് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ശ്രമമാണ് ആനിമേഷൻ സെൻറ്ററിലൂടെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ ഐപ്പ് ജോസഫ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഫാമിലിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ ഇടവുകളെല്ലാം സ്ട്രെങ്തൻഡ് ആകുന്നത് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. അതിനൊരു ഊന്നൽ നൽകണം എന്നതാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും ചെറിയ കണ്ണി എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ആ കുടുംബത്തിൻ്റെ ശാക്തീകരണത്തിലൂടെയാണ് നമ്മളുടെ എല്ലാ കൂടിവരവുകളുടെയും ഇടവുകളുടെയും സഭയുടെയും ഒക്കെ ശാക്തീകരണം സാധ്യമായിട്ട് തീരുന്നത്. അങ്ങനെയുള്ള കൂടിവരവുകളിൽ വ്യക്തികളും സമൂഹവുമൊക്കെ പാലിച്ചിരിക്കേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ആ ഡിസിപ്ലിൻസ് മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും പേഴ്സണൽ ഡിവോഷനുള്ളവരായി തീരണം എന്ന് പറയുന്ന അവസരത്തിൽ അത് ഇന്ന് നാം വിസ്മരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നാം ഉറക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയിരുന്നു. ഈസ്റ്ററിന് ഞാനൊരു പള്ളിയിൽ പോയി. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വരുവാനായിട്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള അവസരം വളരെ കുറച്ച് പേരെ മുമ്പോട്ട് വന്നുള്ളൂ. അതിനേക്കാട്ടിൽ കൂടുതൽ പ്രായമുള്ളതായിട്ടുള്ള ആളുകൾ ആ ഇടവിലുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നെ ചിന്തിച്ച അവസ്ഥയിൽ എനിക്കൊരു ഉത്തരവേ കിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിക്കോട്ടെ, അവരെ ഉപദ്രവിക്കേണ്ട, നമുക്ക് പള്ളിയിൽ പോകാം. നമുക്ക് പള്ളിയിൽ പോകുന്നതിന് പിന്നാലെ കുഞ്ഞുങ്ങളും പള്ളിയിൽ പോകണം എന്ന ഒരു താല്പര്യം നമുക്കുണ്ട് എന്ന് വരികിൽ കുഞ്ഞുങ്ങളില്ലാത്തതായിട്ട് നമ്മെ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായി, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഭാഗമായി കുഞ്ഞുങ്ങളെ കാണേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മളുടെ പൗലോസ് തിരുമേനി പറയുമായിരുന്നു,
എബ്രഹാം പൗലോസ് തിരുമേനി പറയും, ഈ ഭവനത്തിൽ അതിഥികൾ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അതിഥികളെ സൽക്കരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ അംഗീകരിക്കുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നത് നാം മറന്നു പോകുന്നതായുള്ളൊരു വസ്തുത കൂടിയാണ്. മറക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ എപ്പോഴും അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ അതിഥി എപ്പോഴാണ് പോകുന്നത് എന്നായിരിക്കും അവരുടെ മനസ്സിലെ ചിന്ത. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ A to Z അറിയാവുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ അതിങ്ങനെ ഓരോന്നും നോക്കിയിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ചിന്ത എപ്പോഴാണ് ഈ ഗസ്റ്റ് ഒന്ന് പോയി കിട്ടുന്നത്, പിന്നെയുള്ളത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം, ഞങ്ങളാണ് ഈ വീട്ടിലെ ആളുകൾ എന്ന് മനസ്സുകൊണ്ട് പറയുന്നതായുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായുള്ള സ്ഥാനം ഭവനങ്ങളിലും സഭയിലുമൊക്കെ ഇന്ന് ലഭിക്കുന്നില്ല എന്നത് വളരെ ചിന്തിക്കപ്പെടേണ്ടതായുള്ളൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. യൂത്ത് മൈഗ്രേഷൻ സംഭവിച്ചതിലൂടെ നമ്മുടെ ഇടവുകളിലെല്ലാം 2 കൂട്ടരാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കുഞ്ഞുങ്ങളാണ്. അവരാണ് ഭാവിയുടെ വാഗ്ദാനമായിട്ടെല്ലാം ഇന്ന് സഭയുടെ ശക്തിയായിട്ട് കാണപ്പെടുന്നത്. രണ്ടാമത്തെ വയോജനങ്ങളാണ്. അവരെ ഇടവകയിൽ സ്വീകരിക്കുകയും ഇടവകയിൽ വരുന്നതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും വരുമ്പോൾ വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളിൽ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് തീരണം. അതുകൊണ്ടാണ് കെയറിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നത്. കെയറിങ് സാധ്യമായിട്ട് തീരണമെങ്കിൽ പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ളത് ചിലവാക്കുന്നതിനായിട്ടുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാവണം. ഷെയറിങ്ങിൽ കൂടെ മാത്രമേ കെയറിങ് സാധ്യമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് കെയറിങ് നൽകിക്കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നതായുള്ള ഏത് സമൂഹത്തെയും, അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഏത് സമൂഹത്തെയും നിർമ്മിക്കുന്നതിനായിട്ട് നാം താല്പര്യപ്പെടുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നവരാണ് മറ്റുള്ളവർ എന്നുള്ളത് പഠിപ്പിക്കുന്നതിനായിട്ടും, അങ്ങനെ മറ്റുള്ളവരെ പ്രാധാന്യം അർഹിക്കുന്നവരായിട്ട് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുന്നതിനായിട്ടും താല്പര്യപ്പെടുക എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിട്ട് തീരുന്നു. ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് ഭക്ഷണം പങ്കിടുവാനായിട്ടും പ്രാർത്ഥനയിൽ പങ്കാളികളായി തീരുന്നതിനായിട്ടും സാധിക്കുന്നുണ്ടോ? സാധിക്കാത്തതായുള്ള അവസ്ഥയുണ്ട് എന്നെനിക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കോട്ടെ, കുഞ്ഞുങ്ങൾ ഉണർന്ന് കരയുമ്പോൾ പോയി അറ്റൻഡ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നതായുള്ളൊരു വിധത്തിലേക്ക് നാം മാറിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു കുടുംബം എന്നുള്ളതായിട്ടുള്ള സംവിധാനത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് നാം ശ്രമിക്കുന്നില്ല എന്നുവരികിൽ നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് പോകുന്നത് ഭാവിയാണ്. എന്തുകൊണ്ടാണ് സഭയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ അകന്നു നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. മാറ്റി നിർത്തപ്പെട്ടതായുള്ള സാഹചര്യത്തിൽ മാറി നിൽക്കുകയല്ല എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനായിട്ടുള്ളൊരു ദൗത്യം ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റിയായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, അതിൽ വളർന്നു വരുവാൻ, അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതത് സമയത്ത് ചെയ്യുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ കുർബാനയിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല പ്രാധാന്യം അറിയിക്കുന്നത്. കുർബാനയിൽ പങ്കെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ, അതേ അർത്ഥത്തിൽ തന്നെ, അതേ ഗൗരവത്തിൽ തന്നെ അന്യോന്യമുള്ള സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. ഇന്ന് കണ്ടുവരുന്നതായുള്ള കാഴ്ച മിക്കവാറും ആരാധനയുടെ കുർബാന കഴിയുന്നതായിട്ടുള്ള അവസരം, കുർബാന കൊണ്ടുവന്നതിന് ശേഷം തന്നെ നേരെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നതായുള്ള കാഴ്ചയാണ് കാണാനായിട്ട് ഇടയാവുന്നത്. അതുകൊണ്ട് ചില ആളുകളിലൊക്കെ ഇപ്പോൾ നിർബന്ധമായിട്ടും പരസ്യങ്ങളുള്ളത് ആദ്യത്തെ ഭാഗം കഴിയുന്ന അവസരത്തിൽ ഇടയ്ക്ക് തന്നെ ചെയ്യും. കാരണം പരസ്യങ്ങൾ കേൾക്കുന്നതിനായിട്ട് ആളുകൾ അവസാനം ഉണ്ടാവുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. പരസ്യങ്ങൾ ഇടയ്ക്ക് ചെയ്യുക എന്നതല്ല കാര്യം, പിന്നെയോ അവസാനം വരെ ഇരിക്കുക എന്ന പ്രാധാന്യത്തെ എല്ലാവരും മനസ്സിലാക്കുക എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. ഒരു ഇടവക എന്ന് പറയുന്ന അവസരത്തിൽ ആ ഇടവകയിൽ എനിക്കറിയാൻ പാടില്ലാത്തതായുള്ള ആളുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഞാൻ ആ ഇടവകയുടെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നതിനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാൻ എല്ലാവരെയും അറിയണം, എല്ലാവരും എന്നെയും അറിയണം. അന്യോന്യം ബന്ധപ്പെടുന്നതായുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയിലാണ്, കൂട്ടായ്മയിലാണ് ഒരു സമൂഹത്തെ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവിക സംസർഗം അനുഭവിക്കുന്ന പോലെ തന്നെ അന്യോന്യമുള്ള കൂട്ടായ്മയും
ആചരിക്കുന്നതിനായിട്ട് കൂടി വരുന്നതായിട്ടൊരു അവസരമാണ് ഇടവകയിലും സഭയിലുമൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്ന തിരിച്ചറിവാണ് സഭയുടെ ഒരു സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്. അങ്ങനെ അന്യോന്യം അറിഞ്ഞ് സ്നേഹിച്ച് മാനിച്ചൊക്കെ ജീവിക്കുന്നതായിട്ടൊരു കാലഘട്ടത്തിലൂടെ ദൈവരാജ്യ മൂല്യങ്ങളെ പകർന്നു കൊടുക്കുവാനായിട്ടും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാനായിട്ടും ഒക്കെ ഇടയായിത്തീരുന്ന ഒരു അവസരത്തിലേക്കാണ് നാം വളർന്നു വരുവാനായിട്ടുള്ളത് എന്നത് ഇത്തരുണത്തിൽ നമുക്ക് ഓർക്കാം. കമ്മ്യൂണിറ്റി ഫോർമേഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ മീറ്റിങ്ങൊക്കെ നടത്തുന്നതായുള്ള അവസരത്തിൽ റെൻസിയസിനൊക്കെ ഉണ്ടാകുന്നതായുള്ള പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എത്ര പേര് വരും, എത്ര പേര് വരികയില്ല, അറിയാൻ പാടില്ല. നമ്മൾ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഒരുക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ എത്ര പേർക്ക് കൊടുക്കണം, എത്ര പേർക്ക് വേണ്ട, അറിയാനായിട്ട് പാടില്ല. എന്ന് മാത്രം പ്രയാസവും പ്രശ്നങ്ങളും നിറഞ്ഞതായുള്ള സാഹചര്യത്തിലേക്കാണ് സമൂഹത്തെ തന്നെ തള്ളിവിടുന്നത്. ഞാനൊരു ജീവിത ഏഡിനെക്കുറിച്ച് വായിക്കുകയുണ്ടായി. ആ മനുഷ്യനെ വിദേശത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പാർക്കുന്നതായിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനോട് ആ വീട്ടുകാരൻ പറഞ്ഞു ഒരു വലിയ കുഴി ഉണ്ടാക്കണം. അദ്ദേഹം അതിഥി തൊഴിലാളി ആയതുകൊണ്ടും ജോലി ചെയ്യാനായിട്ടാണ് വന്നത് എന്നുള്ളതുകൊണ്ടും ജോലി ചെയ്യുന്നതിനായിട്ട് മനസ്സൊരുക്കമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ കുഴി ഉണ്ടാക്കാം. അപ്പോൾ വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി. കുഴി ഉണ്ടാക്കി തീരാറായ അവസരത്തിൽ അദ്ദേഹത്തിന് മണം കിട്ടി. ആ വീട്ടിൽ ഒരുക്കിയതായിട്ടുള്ള ബിരിയാണി അതിൻ്റേതായ മണമാണ് വന്നത്. ചെമ്പുകൾ കണക്കാണ് ബിരിയാണി കൊണ്ടുവന്ന് ആ കുഴിയിലേക്കിട്ട് മൂടുന്നതിനായിട്ട് ശ്രമിച്ചത്. എന്നിട്ടും ആ കുഴിയിൽ അത് ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ ആ വീട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതിഥി തൊഴിലാളിയോട് പറഞ്ഞു, നീ കയറി നിന്ന് ചവിട്ടി താഴ്ത്തണം. അദ്ദേഹം എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, ഞാനത് ചെയ്യുകയില്ല. പിന്നീടാണ് ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് തന്നെ തുടങ്ങിയത്, മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. മനസ്സിലാക്കിയ അവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഞാൻ ഇന്ന സംസ്ഥാനത്ത് വന്നതായിട്ടുള്ള ആളാണ്. എനിക്ക് ഏക ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൾ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ആ മകളെ ഓർത്താണ് ഞാൻ കയറി ചവിട്ടുകയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു എന്താണ് എനിക്ക് കാരണം? പറഞ്ഞു ആ മകൾ മരിച്ചത് പട്ടിണി കൊണ്ടാണ്, ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ് മരിച്ചത്. എൻ്റെ മകളെ പട്ടിണിയായി മരിക്കാനിടയായി തീർന്ന സാഹചര്യത്തിൽ അധികപ്പറ്റി വന്നിരിക്കുന്നതായാലും ഈ ഭക്ഷണത്തെ ഞാൻ ചവിട്ടി താഴ്ത്തി മണ്ണുമുട്ട് മൂടണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്ക് ദഹിക്കുന്നത്? വളരെ വിഷമകരമായുള്ളൊരു സാഹചര്യമാണ് ഇത്. ഇതുപോലെ എത്ര ഏടുകളാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഒരു സമൂഹത്തിൽ അന്യോന്യം ഉണ്ടാവേണ്ടതായുള്ള ബന്ധങ്ങളും അന്യോന്യമുള്ള പരസ്പര ധാരണയും സമൂഹത്തെ ഉദ്ധരിക്കുവാനായിട്ടുള്ള പദ്ധതികളും ഒക്കെ നമുക്ക് ആവിഷ്കരിക്കുവാനായിട്ട് കഴിയും. അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. ആ സാധ്യതകളെ വിനിയോഗിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നതിനായിട്ട് നമുക്ക് അവകാശമില്ല. കഴിയും. യേസ് എന്ന് പറയുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ എവിടെയാണ് നോ പറയേണ്ടതെന്നും ഇവിടെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നോ പറയേണ്ടത് നോ പറയുന്നതിനായിട്ടും യേസ് പറയേണ്ടത് യേസ് പറയുന്നതിനായിട്ടും അങ്ങനെ ഒരു സമൂഹത്തെ നന്മയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനായിട്ടും ഇടയായി തീരുക എന്നതാണ് ആനിമേഷൻ സെൻറ്ററിലൂടെ ആഗ്രഹിക്കുന്നത് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ പേരിലുള്ള ആനിമേഷൻ സെൻറ്റർ ആയതുകൊണ്ട് ഒരു ശാക്തീകരണം ഉണ്ടാവുക, ഉണർവുണ്ടാവുക എന്നത് മാത്രമല്ല, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇതെല്ലാം സാധ്യമായി തീരണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഭ നൽകുന്നതായുള്ള മൂല്യബോധം അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂല്യബോധം എല്ലാവർക്കും കൂടി ഉതകുന്ന, എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടുള്ള മൂല്യബോധമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ജീവിക്കുന്നതിന് സഭാംഗങ്ങളായിട്ടുള്ള നമുക്ക് സാധ്യമായിട്ട് തീരും. നാം ജീവിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നമ്മൾ ഒരുമിച്ച് വരുന്നതായിട്ടുള്ള സമൂഹവും നാം ജീവിക്കുന്നതായുള്ള കാലഘട്ടവും ജീവിക്കുന്നതായുള്ള പരിസരവും ഇതെല്ലാം തന്നെ പ്രാധാന്യമർഹിക്കുന്നതായുള്ള വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ്. ഇതിനെല്ലാം ഒരുമിച്ച് സംഘടിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഇന്ന് ദൈവരാജ്യം നമ്മളുടെ മധ്യമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരുവാൻ സാധ്യമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആശംസകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മളുടെ ഈ കൂടിവരവ് ദൈവം തമ്പുരാൻ ധന്യമാക്കി തീർക്കുകയും ചെയ്യട്ടെ. ആമേൻ.